ഇത് കേവലം ഒരു ഫുട്ബോൾ താരത്തിൻ്റെ കഥയല്ല, മറിച്ച് ലോകം മുഴുവൻ നിന്നെക്കൊണ്ട് കഴിയില്ലെന്ന് വിധിയെഴുതിയിട്ടും തൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി വിധിയോട് പോരാടി ജയിച്ച ഒരു മനുഷ്യൻ്റെ കഥയാണ്. ഉയരമില്ലാത്തതിൻ്റെ പേരിൽ പരിഹസിക്കപ്പെട്ട ഒരു ബാലനിൽ നിന്ന് ലോകം കാൽക്കീഴിൽ വെച്ച ഫുട്ബോൾ രാജാവിലേക്കുള്ള ലയൺ മെസ്സിയുടെ അത്ഭുതയാത്ര. അർജന്റീനയിലെ റൊസാരിയോ എന്ന കൊച്ചു ഗ്രാമത്തിൽ പന്ത് തട്ടി നടന്ന ഒരു കൊച്ചു പയ്യൻ. കളിയിൽ എല്ലാവരെയും തോൽപ്പിക്കാൻ അവന് കഴിയുമായിരുന്നു. പക്ഷേ അവനെ തോൽപ്പിക്കാൻ ഒരു വില്ലൻ വന്നു: ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി. 11ാം വയസ്സിൽ ഡോക്ടർമാർ പറഞ്ഞു, ഈ കുട്ടിയുടെ വളർച്ച നിലച്ചു പോയിരിക്കുന്നു. ചികിത്സിക്കാൻ മാസം തോറും വൻ തുക വേണം. ദരിദ്രനായ അച്ഛന് അത് താങ്ങാനാവില്ലായിരുന്നു. അവിടെ മെസ്സിയുടെ ഫുട്ബോൾ കരിയർ അവസാനിക്കുമെന്ന് എല്ലാവരും കരുതി. പക്ഷേ അവിടെയാണ് ദൈവം കാത്തുവെച്ച ആ നിമിഷം സംഭവിക്കുന്നത്. ബാഴ്സലോണയുടെ സ്പോർട്ടിംഗ് ഡയറക്ടർ കാർലസ് റെക്സച്ച് ആ 13 വയസ്സുകാരൻ്റെ കളി കണ്ടു. തൻ്റെ കയ്യിൽ അന്ന് പേപ്പർ ഇല്ലായിരുന്നു. അതിനാൽ അടുത്തിരുന്ന ഒരു ടിഷ്യൂ പേപ്പറിൽ അദ്ദേഹം മെസ്സിയുടെ കരാർ ഒപ്പിട്ടു. ആ ടിഷ്യൂ പേപ്പർ പിന്നീട് ലോക ഫുട്ബോൾ ചരിത്രം തന്നെ മാറ്റിമറിച്ചു. മെസ്സി സ്പെയിനിലേക്ക് വിമാനം കയറി. ബാഴ്സലോണ അവൻ്റെ ചികിത്സ ഏറ്റെടുത്തു. ബാഴ്സലോണയിൽ മെസ്സി ഒരു അത്ഭുതമായി മാറി. ബാലൺ ഡി ഓറുകളും ചാമ്പ്യൻസ് ലീഗുകളും കുന്നുകൂടി. പക്ഷേ സ്വന്തം രാജ്യമായ അർജന്റീനയ്ക്ക് വേണ്ടി ഒരു ട്രോഫി നേടാൻ കഴിയാത്തത് അവനെ വേട്ടയാടിക്കൊണ്ടിരുന്നു. 2014 ലോകകപ്പ് ഫൈനലിൽ തോറ്റു. പിന്നാലെ 2 കോപ്പ അമേരിക്ക ഫൈനലുകളിലും തോൽവി. ലോകം അവനെ പരിഹസിച്ചു. നീ ക്ലബിന് വേണ്ടി മാത്രമേ കളിക്കൂ, രാജ്യത്തിനു വേണ്ടിയല്ല. ആ വേദന താങ്ങാനാവാതെ 2016 മെസ്സി വിരമിക്കൽ പ്രഖ്യാപിച്ചു. ലോകം മുഴുവൻ അന്ന് കരഞ്ഞു. പക്ഷേ സിംഹം പിന്മാറാൻ തയ്യാറായിരുന്നില്ല. ആരാധകരുടെ സ്നേഹത്തിനു മുന്നിൽ അയാൾ മടങ്ങിയെത്തി. 2021 ബ്രസീലിനെ അവരുടെ മണ്ണിൽ തോൽപ്പിച്ച് കോപ്പ അമേരിക്ക നേടി. 2022 ഖത്തർ ലോകകപ്പ് തൻ്റെ അവസാന ലോകകപ്പാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അയാൾ ഇറങ്ങി. ആ ഫൈനൽ ശ്വാസം അടക്കി പിടിച്ച നിമിഷങ്ങൾ. എംബാപ്പയുടെ ഫ്രാൻസിനെതിരെ മെസ്സിയും സംഘവും പൊരുതി. ഒടുവിൽ ആ സുവർണ കിരീടം മെസ്സി തൻ്റെ കൈകളിലേന്തി. 36 വർഷത്തെ അർജന്റീനയുടെ കാത്തിരിപ്പ് അവസാനിച്ചു. ഫുട്ബോൾ ചരിത്രത്തിലെ ഗോട്ട് താനാണെന്ന് അയാൾ ലോകത്തിനു മുന്നിൽ തെളിയിച്ചു. ഒരിക്കൽ വളർച്ച മുരടിച്ച് എന്ന് ഡോക്ടർ വിധിയെഴുതിയ ആ ബാലൻ ഇന്ന് ലോകത്തിനു മുന്നിൽ ഹിമാലയത്തേക്കാൾ ഉയരത്തിൽ നിൽക്കുന്നു. മെസ്സിയുടെ കഥ നമ്മെ പഠിപ്പിക്കുന്നത് ഒന്നേ ഉള്ളൂ: നിങ്ങളുടെ പോരാട്ടം സത്യസന്ധമാണെങ്കിൽ ലോകം മുഴുവൻ എതിർത്താലും വിധി നിങ്ങൾക്ക് മുന്നിൽ വഴിമാറും. സുഹൃത്തുക്കളെ, മെസ്സിയുടെ ഈ പോരാട്ട വീര്യം നിങ്ങൾക്ക് ആവേശമായെങ്കിൽ ഈ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ ഫുട്ബോൾ ചരിത്രങ്ങളും മോട്ടിവേഷണൽ വീഡിയോകളും കാണുന്നതിനായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ഐക്കൺ കൂടി അമർത്തുക. നിങ്ങളുടെ പ്രിയപ്പെട്ട താരം മെസ്സിയാണോ അതോ റൊണാൾഡോയാണോ എന്ന് താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്.